എനിക്ക് തിരിച്ചു പോകാൻ സമയമായി. ഇന്നത്തോടെ ഞാൻ എല്ലാം അവസാനിപ്പിക്കാം. ഗോകുല് സച്ചേട്ടനോട് പറഞ്ഞ വാക്ക് പാലിക്കണം. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞോ? 10 വർഷം ഗോകുൽ എനിക്ക് അഭയം തന്നു. ഈ വീട് എന്റെ വീടായി, ഗൗരിമോള് എന്റെ മോളായി. ഓർമ്മകൾ മാഞ്ഞുപോയ എന്റെ ലോകത്ത് നിങ്ങൾ മാത്രമായി. എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടും അത് ഒളിപ്പിച്ചു വെച്ച് ഞാൻ ഗോകുലിന്റെ മുമ്പിൽ അഭിനയിച്ചു. അതൊരു തരത്തിൽ എന്റെ സ്വാർത്ഥതയായിരുന്നു. പക്ഷേ അതെനിക്ക് നൽകിയ ആശ്വാസം എത്രയോ വലുതായിരുന്നു. എന്റെ സച്ചേട്ടനും എന്റെ അമ്മയും എന്റെ 2 കണ്ണുകളാ. അപ്പോ ഞാനും എന്റെ ഗൗരിമോളും അർച്ചനയ്ക്ക് ആരുമല്ല. ഗൗരിമോള് എന്റെ എല്ലാമാ. ഞാൻ ഹൃദയം പകുത്തു കൊടുത്ത എന്റെ മകളാ. അവളെ ഉപേക്ഷിച്ചു പോകുന്നത് എനിക്ക് മരണതുല്യോ. പക്ഷെ ആ മരണവേദന ഞാനിപ്പോ അനുഭവിച്ചേ പറ്റൂ. ഗോകുലിന്റെ ഉള്ളിൽ എന്നോടുള്ള സ്നേഹവും കരുതലും ഒക്കെ എത്ര വലുതാന്ന് എനിക്കറിയാം. പക്ഷെ എന്നെ തിരിച്ചു വിളിക്കരുത്. ഒരു നോട്ടം കൊണ്ടുപോലും തടയരുത്. എന്റെ കുടുംബവും അമ്മയും സച്ചേട്ടനും എല്ലാം തള്ളി പറയും മുമ്പ്, എന്നെ വെറുക്കുന്നതിന് മുമ്പ് എനിക്ക് അവരുടെ അടുത്തേക്ക് മടങ്ങി പോണം. അപ്പോ ഞാനും എന്റെ മോളും എന്ത് ചെയ്യണം? ഗോകുലെ മോളെ ആശ്വസിപ്പിക്കണം. അവളോട് വിഷമിക്കരുതെന്ന് പറയണം. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? ഇതൊക്കെ താങ്ങാൻ അവക്കാവോ? ഗോകുലിന്റെ സ്നേഹം അവളെ താങ്ങി നിർത്തും. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവളെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല. അവളുടെ എന്താവശ്യത്തിനും ഞാൻ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഞാൻ പോയില്ലെങ്കിൽ എന്റെ അമ്മയ്ക്കും സച്ചേട്ടനും എന്തെങ്കിലും സംഭവിക്കും. എന്റെ സച്ചേട്ടന്റെ നേറുന്ന മനസ്സിന് ആശ്വാസം കിട്ടാൻ, ഭ്രാന്ത് പിടിച്ച് എന്റെ അമ്മയുടെ ഓർമ്മകളെ തിരിച്ചു പിടിക്കാൻ ഞാനിപ്പോ പോയേ പറ്റൂ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ ജന്മത്തിലെന്നല്ല, പിന്നൊരു 100 ജന്മത്തിലും എനിക്ക് മോക്ഷം കിട്ടില്ല. ദയവ് ചെയ്ത് എന്നെ അതിനെ അനുവദിക്കണം. ഗോകുലിനല്ലാതെ മറ്റാർക്കും എന്നെ മനസ്സിലാവില്ല.